ഇനി ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതികരണമായിട്ടോ ഒന്നും കാണണ്ട. കാരണം ഇവിടെ ഇരുന്ന് പ്രതികരിക്കാൻ അങ്ങനെ പ്രതികരിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരു വിങ്ങൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മോളെ പറ്റി സംസാരിക്കാനാണ്. ഇവിടെ പേരാണ് ഷിംജിത. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ ഇവളാണ് താരം. ഇപ്പോൾ ഒളിവിലാണ്. ഇവക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവൾ ചെയ്ത തന്തയില്ലാത്തരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുകയും അയാൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. ദീപക് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇതാണ് ഈ അബ്യൂസ് പറയുന്ന വീഡിയോയുടെ ആദ്യത്തെ ഭാഗം. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടാണ്. ഇവിടെ ഇതിലെവിടെയാണ് അബ്യൂസ്? ഓക്കെ, രണ്ടാമത്തെ ഭാഗമാണ് ഇത്. ഇതെല്ലാവരും ഇറങ്ങുന്ന സൈഡിൽ വീഡിയോ തൊലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വന്ന് മുട്ടിക്കാൻ നോക്കുകയാണ് അവൻ്റെ ഇതിൽ. ബസ്സിൽ തന്നെ അബ്യൂസ് ചെയ്തു എന്ന് വരുത്തി തീർത്തൊരു വീഡിയോ. ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസിനാണല്ലോ കൂടുതൽ ട്രെൻഡ്. അങ്ങനെ റീച്ചാകാൻ വേണ്ടി അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും അറിയാത്തൊരു പാവപ്പെട്ടവനെ അവൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ, എന്താണ് ഇവിടെ വിളിക്കാമെന്ന് എനിക്കറിയില്ല. ആ ചെറുപ്പക്കാരൻ ഇതൊന്നും അറിയുന്ന പോലുമില്ല. അയാളുടെ ജീവിത ബുദ്ധിമുട്ടുകളും പ്രാരബ്ധങ്ങളും ഒക്കെ ആയിട്ട് ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, എന്തോ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മോള് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പുള്ളി ഇത് അറിയുന്ന പോലുമില്ല. റീച്ചായി കഴിയുമ്പോഴാണ് പുള്ളി ഇത് അറിയുന്നത്. പുള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്യുവാണ് ഉണ്ടായത്. ആ അപ്പനും അമ്മയൊക്കെ വിങ്ങിപ്പൊട്ടുന്നതില്ല. നാട്ടുകാർ കൂട്ടുകാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഒരു തെറ്റും ചെയ്യാത്ത നല്ല അഭിപ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വ്യക്തി അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി അയാൾ മരണപ്പെടുകയാണ്. പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അവർ വീഡിയോ എടുക്കുന്നതോ അതൊക്കെ ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമിലല്ല അവിടെ ജഡ്ജ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന എടുക്കുക, അത് പ്രതികരിക്കുക, അത് പോലീസ് സ്റ്റേഷന് കൈമാറി. ഇപ്പോൾ പോലീസിൽ പോലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല. വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനല്ല, ആ സമയത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു തെളിവിന് വേണ്ടി വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ പോലും സോഷ്യൽ മീഡിയ അല്ല വിധി എഴുതേണ്ടത്. നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയുണ്ട് അല്ലേ. നിങ്ങൾ കാര്യം നമ്മൾ പോലീസ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അടുത്തൊരു പീഡനം നടന്നാൽ പോലും ആ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പ്രതിയെ പറ്റിയോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സൗമ്യ പോലുള്ള വധക്കേസുകളിൽ നിങ്ങൾക്ക് ആളുടെ ഫോട്ടോ കാണാം. അല്ല, പീഡനത്തിനെതിരായ അബ്യൂസ് ചെയ്ത ഒരു പെൺകുട്ടിയെ പോലും നിങ്ങൾക്ക് അറിയില്ല. ശരിക്കും കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ വാളയാർ പെൺകുട്ടി അല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടി ഇവിടുത്തെ പെൺകുട്ടി. സോ അത്രയും സേഫായിട്ട് നമ്മുടെ സിസ്റ്റം ഈ കാര്യം ഡീൽ ചെയ്യുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് ഞാനോ വേറൊരാളോ അല്ല വിധി എഴുതേണ്ടത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരിക്കലും അത് സംസാരിക്കാൻ പോലും പാടില്ല. കാരണം അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. ഇവളെ അറസ്റ്റ് ചെയ്താലും ശരി, ഇവൾ ജാമ്യത്തിൽ വന്നാലും ശരി, ഇതൊരു നിസ്സാര കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു ഇത്. എൻ്റെ മോൻ വളരെ പാവായിപ്പോയി. അതാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ കുട്ടി ഒരു വാക്ക് എന്നോട് പോലും എൻ്റെ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കിടത്താൻ എൻ്റെ കുട്ടീനെ വിടൂലേ? എന്നെ അറിയണൊരു കുടുംബക്കാരും എൻ്റെ എൻ്റെ അമ്പലത്തിലുള്ള ആൾക്കാരെല്ലാവരും പറയും, കന്യൻ്റെ മോൻ നല്ലൊരു മോനാണ്, എല്ലാം കൊണ്ട് എൻ്റെ മോൻ നല്ല സുന്ദരനും നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണെന്ന് എൻ്റെ മോനെ കൊണ്ട് പറയുള്ളൂ. എല്ലാവരും ആരും എൻ്റെ മോനെ കൊണ്ട് അറിയണ ഒരു കാരെക്കൊണ്ട് എൻ്റെ മോനെ അറിയണ ആരും എന്നെ കൊണ്ട് നന്മത് മാത്രമേ എൻ്റെ മോനക്കൊണ്ട് നന്മ മാത്രമേ പറയുള്ളൂ. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഈ ഒരു കോട്ടാണ് അല്ലേ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന പട്ടിയും പൂച്ചയും പെണ്ണും ഒക്കെയാണ്. ആണുങ്ങൾക്ക് ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന് പറയുന്നത് എത്ര സത്യമാണ്.